10ാം ക്ലാസ്സിലെ ഐടി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് സ്പോയിലർ? സ്പോയിലർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും എളുപ്പത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഒരു സിനിമ കാണാൻ പോകുന്നു, ലോക എന്ന സിനിമ കാണാൻ പോകുന്നു. എന്നിട്ട് കണ്ടുവന്ന ആവേശത്തിന് ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ അച്ചാച്ചനോട് പോയിട്ട് പറയുന്നു, ലോക സിനിമയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അതിൽ ഇന്നയാളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കഥ മൊത്തം പറയുന്നു, അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തം മൊത്തം പറയുന്നു. അതിനെയാണ് നമ്മൾ സ്പോയിലർ എന്ന് പറയുന്നത്. ഒരു നോവലിലെയോ അല്ലെങ്കിൽ ഒരു സിനിമയിലെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരോട് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ആ വിവരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത് ഹ്യൂമൻസിന്റെ ലാംഗ്വേജിനോട് വളരെ ക്ലോസർ ആയിരിക്കും. അതായത് അതിലെ പല കാര്യങ്ങളും ഇംഗ്ലീഷ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, മനുഷ്യന്മാർക്ക് ഹ്യൂമൻസിന് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജുകളായിരിക്കും ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പൈത്തൺ. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പൈത്തൺ മാത്രമല്ല, ജാവ, C++, ഇതൊക്കെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എന്താണ് അൽഗോരിതം? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പ്രോഗ്രാംസ് തയ്യാറാക്കും. അപ്പോൾ ഈ പ്രോഗ്രാംസ് തയ്യാറാക്കുന്നതിന് മുമ്പ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പുകളെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എഴുതി വെക്കുന്നതിനെ അൽഗോരിതം എന്നാണ് നമ്മൾ പറയുന്നത്.